റോട്ടി അല്ലെങ്കിൽ പോട്ടി ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോട്ടിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പൊട്ടിയിട്ട് നമുക്ക് കുക്കറിൽ ഒരു പ്രാവശ്യം ഒന്ന് ചീറ്റിച്ചെടുക്കാം. ഇതിൽ അധികമുള്ള നെയ്യൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നെയ്യുണ്ട്, ചെറിയ കുടലിനകത്തൊക്കെ നെയ്യുണ്ട്. അത് നമുക്ക് കളയണം. അധികം നെയ്യ് വേണ്ട. കഴുകി വൃത്തിയാക്കിയ പോട്ടി ഇപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് കുടലിൻ്റെ കഷ്ണത്തിൽ ഈ ഉള്ളിലിരിക്കുന്നതൊക്കെ നെയ്യാണ്. ഇതെല്ലാനും ഒരു പ്രാവശ്യം ചീറ്റിച്ച് കഴിയുമ്പോൾ ഇതെല്ലാനും ഉരുക്കിയിട്ട് വെള്ളമായിട്ട് മാറിയിട്ടുണ്ട്, ലിക്വിഡ് ഫോമിലായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ഊറ്റിക്കളയാം. ഒരു പ്രാവശ്യം ചീറ്റിച്ചാൽ മതി. വേറെ ഒന്നും ചേർക്കുന്നില്ല, അതിൽ മസാലകളൊന്നും ചേർക്കുന്നില്ല, ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ചീറ്റിച്ചിട്ട് വരാം. പൊട്ടി ഒരു പ്രാവശ്യം ഒന്ന് ചീറ്റിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. വേപ്പിലയും പച്ചമുളകും ഇടേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. പച്ചമുളക് തീർന്നിരിക്കുകയാണ്, വേപ്പിലയും തീർന്നിരിക്കുകയാണ്. അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇടുന്നത് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ പൊട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇടുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു ചീറ്റിച്ചിട്ട് അരമണിക്കൂർ സിമ്മിൽ വെച്ച് ആണ് അത് വേവിക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചീറ്റി ഇതിൻ്റെ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറച്ചും കൂടി നെയ്യൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ ആ നെയ്യെല്ലാനും ഇങ്ങനെ ചീറ്റി പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് സിമ്മിലിട്ട് വേവിക്കുന്നത്. നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് ഇത് ഒതുങ്ങിയിട്ടുണ്ട്. നേരത്തെ വേവിക്കുന്നതിന് മുമ്പ്, ഒരു ചീറ്റുന്നതിന് മുമ്പ് ഈ കുക്കർ ഏകദേശം നിറഞ്ഞാണ് ഇരുന്നിരുന്നത്. ഇപ്പോൾ 3/4 ഭാഗത്തിൻ്റെക്കാൾ താഴെയായിട്ടാണ് നിൽക്കുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ചട്ടി ചൂടായ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ചതച്ച അതുണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടാൽ മതിയാവും കേട്ടോ. ചതച്ച ഇഞ്ചി വെളുത്തുള്ളി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ബീഫ് മസാലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി നമ്മൾ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് നമ്മൾ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. തീ കുറച്ച് വിട്ടിട്ട് വേണം കേട്ടോ ഈ മുളക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടികൾ മൂപ്പിച്ചെടുക്കാം. മൂത്ത് കഴിയുമ്പോൾ പൊട്ടി വെന്തത് ഇതിലിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. പൊട്ടി വേവിക്കുന്നതിൽ കായ കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. കായയും പൊട്ടിയും നല്ല കോമ്പിനേഷനാണ്. കായയും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ പൊട്ടി മാത്രമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പൊടികളെല്ലാം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടി ഇട്ട് കൊടുക്കാം. പൊട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് റോസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഇവിടെ ഫ്രൈ ചെയ്താണ് ഇഷ്ടം ഞങ്ങൾക്ക് കഴിക്കുന്നത്. ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ഇഷ്ടം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് മുഴുവനായിട്ടുള്ള പെരിഞ്ജീരകം 1 നുള്ള ഇട്ട് കൊടുക്കണം. 1 നുള്ളല്ല, 2 നുള്ള കേട്ടോ. നമ്മൾ മസാലകൾ മൂപ്പിക്കുന്ന സമയത്ത് തന്നെ ഇട്ടാലും കുഴപ്പമില്ല. ഉള്ളിയൊക്കെ മൂപ്പിക്കുന്ന സമയത്ത് ഇടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്യുന്നതായതുകൊണ്ട് അത് ക്രാക്ക് ആയിക്കോളും പെരിഞ്ജീരകം.
ഇവിടെ നമ്മൾ കൂടുതലായിട്ട് മുമ്പിട്ട് വെക്കുന്നത് കുരുമുളകാണ്. കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് മുമ്പിട്ട് നിൽക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്. പിന്നെ ഇൻഡസ്ട്രിയും കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ വയറിനൊക്കെ. ഇതിൻ്റെ നെയ്യാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. അത് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ചീറ്റിച്ച് ഊറ്റിക്കളയുമ്പോൾ ആ നെയ്യ് അങ്ങ് പൊക്കോളും. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇതിനുള്ളിലുണ്ടായിരുന്ന നെയ്യൊക്കെ പോയിട്ടുണ്ട്. വളരെ കുറച്ച് നെയ്യ് മാത്രമാണ് ഇതിൽ ബാക്കി ഉണ്ടാവുക. ഈ പീസൊക്കെ കണ്ടോ. പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പോട്ടി ഫ്രൈ റെഡിയായി. നമ്മുടെ പോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നല്ല നന്നായിട്ട് നമുക്ക് നാവിൽ കിട്ടും. ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ.